Hi guys, and welcome to today's session of the Hindu Decode by Geoid. നമ്മളിന്ന് എടുത്തിരിക്കുന്ന ന്യൂസ് ഇന്ത്യ യു എസ് പാർട്ട്ണർഷിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസാണ്. റീസെറ്റിംഗ് ദി ഇന്ത്യ യു എസ് പാർട്ട്ണർഷിപ്പ് ഇൻ അൺസർട്ടൈൻ ടൈംസ്. പ്രിലിംസിൽ ജി എസ് പേപ്പർ 1 കറണ്ട് അഫയേഴ്സിൽ വരുന്നൊരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ മെയിൻസിൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 വരുന്നതാണ്. എഫക്ട്സ് ഓഫ് പോളിസീസ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ഓൺ ഇന്ത്യസ് ഇൻട്രസ്റ്റ് ആൻഡ് ഇന്ത്യൻ ഡയസ്പൊറ. ഇന്ത്യ ആണെങ്കിലും യു എസ് ആണെന്നുണ്ടെങ്കിലും ദേ വർ വർക്കിംഗ് ടുഗെദർ അല്ലെ ടു മേക്ക് ദെയർ പാർട്ട്ണർഷിപ്പ് സ്ട്രോങ്ങർ. ആൻഡ് ഈ ഒരു റിലേഷൻഷിപ്പിന് കാണുന്നത് അതായത് 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പായിട്ടാണ് ഒരുപാട് ആൾക്കാർ ഇതിനെ കാണുന്നത്. ഓക്കെ, മെനി സോ ദിസ് ആസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പ് ഓഫ് ദ 21st സെഞ്ച്വറി. നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദിയും അതേപോലെ ട്രംപുമായിട്ടുള്ള മീറ്റിംഗ്സ് നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അതേപോലെ തന്നെ നമ്മുടെ ഫോറിൻ മിനിസ്റ്ററായ എസ് ജയശങ്കർ നമ്മുടെ യു എസ് പ്രസിഡന്റ്, അതായത് നമ്മുടെ ട്രംപിൻ്റെ ആ ഒരു സ്വെയറിംഗ് ഇൻ അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു അധികാരം ഏറ്റെടുക്കുന്ന ആ ഒരു ചടങ്ങിലൊക്കെ നമ്മുടെ ഇന്ത്യൻ ഫോറിൻ മിനിസ്റ്റർ പങ്കെടുത്തിരുന്നു. ഇതെല്ലാം കാണിക്കുന്നത് ഇറ്റ് ഷോസ് ഹൗ സീരിയസ് ബോത്ത് കൺട്രീസ് ആർ എന്നുള്ളതാണ്. ഇന്ത്യയും യു എസും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് ഇത് വെറും ഒരു ഷോർട്ട് ടേം ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടുള്ളതല്ല. ഓക്കെ, അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം ഇന്ത്യ ആണെങ്കിലും യു എസ് ആണെന്നുണ്ടെങ്കിലും ബോത്ത് ആർ ഡെമോക്രസീസ് അല്ലേ. നമ്മുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇറ്റ് വാസൻ ജസ്റ്റ് ഫോർ ഷോർട്ട് ടേം ബെനിഫിറ്റ് ആൻഡ് ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ഷെയർഡ് ഡെമോക്രാറ്റിക് വാല്യൂസ്. ഓക്കെ, പിന്നെ ഇന്ത്യ ആണെങ്കിലും യു എസ് ആണെന്നുണ്ടെങ്കിലും നമുക്കുള്ളത് സിമിലർ ഗ്ലോബൽ ഇൻട്രസ്റ്റ് ആണ്. അതായത് വേൾഡ് പൊളിറ്റിക്സിൽ നമുക്ക് രണ്ടുപേർക്കും വേണ്ട ആ ഒരു ഔട്ട്കം, ഓക്കെ, ആ ഒരു ഔട്ട്കം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് രണ്ടും സിമിലർ ആണ്. വി വാണ്ട് സിമിലർ ഔട്ട്കംസ് ഇൻ വേൾഡ് പൊളിറ്റിക്സ്. അതേപോലെ തന്നെ ഹൗ കൺട്രീസ് വർക്ക് ടുഗെദർ ഗ്ലോബലി. നമുക്കുള്ളത് ഒരു കോമൺ ഗോളാണ് ടു ഷേപ്പ് ദ ഫ്യൂച്ചർ വേൾഡ് ഓർഡർ. ഇൻ ഷോർട്ട് വി ക്യാൻ സേ ദാറ്റ് ഇന്ത്യ ആണെങ്കിലും യു എസ് ആണെന്നുണ്ടെങ്കിലും ദേ വർ ബിക്കമിങ് ക്ലോസ് പാർട്ട്നേഴ്സ് ബിക്കോസ് ദേ ബിലീവ്ഡ് ഇൻ സിമിലർ തിങ്സ്. ഓക്കെ, നമ്മൾ രണ്ടുപേരും വിശ്വസിക്കുന്നത് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് വി വാണ്ടഡ് ആൻഡ് ദേ വാണ്ടഡ് ടു വർക്ക് ടുഗെദർ ടു ഗൈഡ് വേൾഡ് അഫയേഴ്സ്. ഒരു ഇന്ത്യ യു എസ് റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന കുറച്ച് ടെൻഷൻസ്, അതായത് ആ ഒരു ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് നമുക്കിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തിങ്സ് ആർ നോട്ട് ബ്രോക്കൺ. ഓക്കെ, തിങ്സ് ആർ നോട്ട് ബ്രോക്കൺ. പക്ഷേ ഇന്ത്യ ടെൻസ്ഡ് ആണ്, ഇന്ത്യ ഈസ് വെറീഡ് ബിക്കോസ് യു എസ് നമുക്കറിയാം ഒരു മിക്സ്ഡ് സിഗ്നൽസ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, നോട്ട് ഓൾവേസ് ആക്ടിങ് ഇൻ എ സ്റ്റഡി ഓർ എ ക്ലിയർ വേ. ഓക്കെ, അത് യു എസിൻ്റെ പണ്ട് തൊട്ടേ ഉള്ള അവരുടെ ഒരു സ്വഭാവമാണ്. ദേ ആർ സെൻഡിങ് മിക്സഡ് സിഗ്നൽസ് ആൻഡ് നോട്ട് ഓൾവേസ് ആക്ടിങ് ഇൻ എ സ്റ്റഡി ഓർ ക്ലിയർ വേ. പിന്നെ പ്രസിഡന്റ് നമ്മുടെ ട്രംപ് പറഞ്ഞിരുന്നു ആ ഒരു കശ്മീർ ഇഷ്യൂവിൽ മീഡിയേറ്റ് ചെയ്യാം, ട്രംപ് മീഡിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇന്ത്യ അപ്പം തന്നെ പറഞ്ഞു, അതായത് ഞങ്ങൾക്ക് പുറത്തുനിന്നുള്ള ആൾക്കാരുടെ ഇൻവോൾവ്മെന്റ് ഒന്നും ഇവിടെ ആവശ്യമില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. പിന്നെ ട്രംപ് ചെയ്ത മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയും പാകിസ്ഥാനും കൂടി കമ്പയർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ട്രംപ് ഇതിനിടയിൽ. നമുക്കിത് തീരെ ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ്. അതായത് വി ഡോണ്ട് ലൈക്ക് ദിസ് ബിക്കോസ് ഇറ്റ് വാണ്ട്സ് ദ വേൾഡ്. നമുക്ക് വേണ്ടത് ഇന്ത്യയും പാകിസ്ഥാനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ലോകരാജ്യങ്ങൾ കണക്കാക്കണം. ഓക്കെ, അല്ലാണ്ട് ഇതിനൊന്ന് കമ്പയർ ചെയ്യരുത്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് ലിങ്ക്ഡ്. പിന്നെ ഒരു എക്കണോമിക് പെർസ്പെക്റ്റീവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കറിയാം യു എസും ചൈനയായിട്ടുള്ള ആ ഒരു ട്രേഡിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അത് ഭയങ്കര ഒരു ടെൻസ്ഡ് സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ ഏകദേശം വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഈവൻ ദോ യു എസ് ഈസ് റെഡ്യൂസിങ് ട്രേഡ് വിത്ത് ചൈന, നമ്മുടെ ട്രംപ് ആപ്പിള് ഇന്ത്യയിൽ വന്നിട്ട് ആ ഒരു ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള ആ ഒരു ആപ്പിളിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു പ്ലാനിനെ തന്നെ ട്രംപ് ഡിസ്കറേജ് ചെയ്യുകയാണ് ചെയ്തത് അല്ലേ. ട്രംപ് ഡിസ്കറേജ്ഡ് ആപ്പിൾ ഫ്രം ഇൻവെസ്റ്റിംഗ് ഇൻ ഇന്ത്യ. ഓക്കെ, ഇന്ത്യയുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ വാണ്ട്സ് ടു ബി ആൻ ഓൾട്ടർനേറ്റീവ് ടു ചൈന അല്ലെ. ഒരു ഗ്ലോബൽ മാനുഫാക്ചറിങ്ങിൽ ചൈനയ്ക്ക് പകരം അല്ലെങ്കിൽ ചൈന ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇന്ത്യ വരാനുള്ളതാണ് നമ്മുടെ ഒരു പ്ലാൻ. ഓക്കെ, ഈ ഒരു പ്ലാനിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ട്രംപ് പ്രവർത്തിക്കുന്നത്. ആൻഡ് ഇറ്റ് മേക്സ് ഫോറിൻ കമ്പനീസ് അൺഷുവർ അബൌട്ട് ഇൻവെസ്റ്റിംഗ് ഇൻ ഇന്ത്യ. ഓക്കെ, ഇനിയിപ്പോൾ ഒരു ഇമിഗ്രേഷൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു നമ്മൾ നേരത്തെ നമ്മുടെ വീഡിയോസിൽ ഇതേപോലെ ഇന്ത്യ യു എസ് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടുള്ള വീഡിയോസിലൊക്കെ നമ്മൾ H-1B വിസാസിനെ പറ്റിയിട്ട് പറഞ്ഞിരുന്നു അല്ലേ. ഈ ഒരു H-1B വിസാസ് എന്നുള്ളത് അതൊരു ടെമ്പററി ആയിട്ടുള്ളൊരു നോൺ ഇമിഗ്രൻറ്റ് വിസയാണ്. ഓക്കെ, ദാറ്റ് അലൗസ് യു എസ് എംപ്ലോയേഴ്സ് ടു ഹയർ ഫോറിൻ വർക്കേഴ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ യു എസിൽ വർക്ക് ചെയ്യുന്ന അതും പ്രത്യേകിച്ച് ആ ഒരു ടെക്നോളജിക്കൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യൻസ് ഉണ്ടല്ലോ. ഇത് അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ ഒരു H-1B വിസാസ് ദേ ആർ നൗ എഫക്റ്റഡ് ബൈ അമേരിക്കൻ പൊളിറ്റിക്സ്. ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ഇന്ത്യ യു എസ് ടെക്നോളജിക്കൽ പാർട്ട്ണർഷിപ്പിനെ വളരെയധികം നെഗറ്റീവായിട്ട് ഇത് എഫക്റ്റ് ചെയ്യും.
പിന്നെ യു എസിൻ്റെ പുതിയൊരു പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ അടുത്ത് ഇപ്പോൾ കുറച്ചൊന്ന് ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ അതിലവർക്ക് വേറെ ഇൻട്രസ്റ്റ് ഉണ്ട്. സോ അതിലോട്ട് നമ്മൾ ഇപ്പോൾ പോകുന്നില്ല. സോ യു എസ് ഇപ്പോൾ ഒരു പാകിസ്ഥാൻ മിലിറ്ററിയെ അവരെ എന്താ പറയുക, ദേ ആർ പ്രൈസിങ്. ഓക്കെ, യു എസ് പാകിസ്ഥാൻ മിലിറ്ററിയെ പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു ടെററിസം ഫൈറ്റ് ചെയ്യുന്നതിന്. ഓക്കെ, പാകിസ്ഥാനിലകത്തുള്ള ആ ഒരു തീവ്രവാദത്തിനെതിരെ ഉള്ള ആ ഒരു പാകിസ്ഥാൻ മിലിറ്ററിയുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഇതിനെ ഒരു ട്രംപ് സി ദ യു എസ് ഈസ് പ്രൈസിങ് പാകിസ്ഥാൻസ് മിലിറ്ററി ഫോർ ഫൈറ്റിംഗ് ടെററിസം. പക്ഷേ ഇന്ത്യയുടെ കൺസേൺ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കൺസേൺഡ് ആണ്. ബിക്കോസ് നമുക്കറിയാം പാകിസ്ഥാൻ ഈ ക്രോസ് ബോർഡർ ടെററിസം എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ മെയിൻ പരിപാടി. ഓക്കെ, ആൻഡ് ദേ ആർ സ്റ്റിൽ ഇൻവോൾവ് ഇൻ ഇറ്റ്. And this makes India feels that US is not fully understanding or supporting India's security concerns. So എന്തൊക്കെ പറഞ്ഞാലും ഓൾദോ ഇന്ത്യ ആൻഡ് യു എസ് ആർ സ്ട്രോങ് പാർട്ട്നേഴ്സ്, പക്ഷേ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള യു എസിൻ്റെ ഈ ഒരു ആക്ഷൻസ്, അതായത് പാകിസ്ഥാൻ്റെ കാര്യത്തിലാണെങ്കിലും ട്രേഡിലാണെന്നുണ്ടെങ്കിലും വിസാസിലാണെന്നുണ്ടെങ്കിലും ദീസ് ആർ മേക്കിംഗ് ഇന്ത്യ മോർ അൺകംഫർട്ടബിൾ. ഇനി നമ്മളൊരു ഡിപ്ലോമസിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറെൻ്റ് അപ്രോച്ചസ് ആണുള്ളത്. അതായത് പ്രത്യേകിച്ച് ട്രംപ് എന്നുള്ളത് നമ്മൾ മുമ്പത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, പുള്ളി ഒരു ബിസിനസ് മാനാണ്. ഓക്കെ, പുള്ളി എല്ലാത്തിനെയും കാണുന്നത് ആ ഒരു ബിസിനസ് ഡീൽ, ആ ഒരു കണ്ണു വെച്ചിട്ടാണ് പുള്ളി എല്ലാത്തിനെയും കാണുന്നത്. സോ ഈ ഒരു ട്രംപിൻ്റെ അണ്ടറിലുള്ള യു എസ് ദേ ഫോക്കസ് ഓൺ ക്വിക്ക് ഡീൽസ്. ഓക്കെ, അതേപോലെ ഷോർട്ട് ടേം ബെനിഫിറ്റ്സിലാണ് അവർക്ക് മെയിനായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉള്ളത്, ലൈക്ക് ആ ബിസിനസ് ഡീൽ. സോ ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നത് ലോങ് ടേം പാർട്ട്ണർഷിപ്പാണ്. ഓക്കെ, ബേസ്ഡ് ഓൺ ഡീപ്പ് ഹിസ്റ്ററി, കൾച്ചർ ആൻഡ് വാല്യൂസ്. സോ ഈ ഒരു മൈൻഡ് സെറ്റിലുള്ള ഈ ഒരു ഡിഫറൻസ് ഇത് ഒരു ഇറ്റ് ഈസ് കോസിങ് ടെൻഷൻ. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം ട്രംപിൻ്റെ ആ ഒരു അൺപ്രഡിക്റ്റബിൾ സ്റ്റൈലാണ്. ട്രംപ് ഇന്നൊന്ന് പറയും, നാളെ വേറൊന്ന് പറയും. ഓക്കെ, ആൻഡ് ഹീസ് ഓഫൺ സ്വിച്ചിങ് ബിറ്റ്വീൻ ഫ്രണ്ട്ലി ആൻഡ് അഗ്രസീവ്. ഓക്കെ, ട്രംപ് ഓഫൺ സ്വിച്ചസ് ബിറ്റ്വീൻ ബീയിങ് ഫ്രണ്ട്ലി ആൻഡ് അഗ്രസീവ്. ഓക്കെ, ചിലപ്പോൾ പുള്ളി ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള പോളിസീസും കാര്യങ്ങളൊക്കെ ഇറക്കും, പിന്നെ അടുത്ത ദിവസം തന്നെ പുള്ളി അത് മാറ്റിയിട്ട് മറ്റേ ടാരിഫ്സ് ഒക്കെ കൂട്ടി അടിച്ചു വിടും. ഓക്കെ, സോ ഇതാണ് പുള്ളിയുടെ ഒരു സ്റ്റൈൽ അങ്ങനെയാണ്. സോ ഇത് യു എസിൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള അലൈസിനൊക്കെ, അതായത് എസ്പെഷ്യലി ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മളെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ചെയ്യണം. ഇതൊരു മിസ്ട്രസ്റ്റാണ് ഉണ്ടാക്കുന്നത് ഇന്ത്യയിൽ. ഓക്കെ, സോ നമുക്കറിയില്ല, നമുക്ക് വി ഡസൻ നോ വാട്ട് ടു എക്സ്പെക്ട് അല്ലേ. സോ ദിസ് ക്രിയേറ്റ്സ് മിസ്ട്രസ്റ്റ്. പിന്നെ യു എസ് ഇപ്പോഴും ദേ ആർ സ്റ്റിൽ ട്രസ്റ്റിംഗ് പാകിസ്ഥാൻ. ഓക്കെ, അതായത് യു എസിലുള്ള ചില ആൾക്കാർ പാകിസ്ഥാനെ കാണുന്നത് ഒരു വളരെ ഹെൽപ്ഫുൾ പാർട്ട്ണറായിട്ടാണ്. എസ്പെഷ്യലി ആ ഒരു ടെററിസത്തിനെ ഫൈറ്റ് ചെയ്യുന്ന ഒരു രാജ്യമായിട്ടാണ് യു എസ് പാകിസ്ഥാനെ കാണുന്നത്. ഓക്കെ, പിന്നെ യു എസിൻ്റെ വേറൊരു തലം എന്ന് വെച്ചാൽ അഫ്ഗാനിസ്ഥാനെതിരെ ഡീൽ ചെയ്യാനുള്ളൊരു ഇതായിട്ട്, ആ ഒരു ഗ്രൗണ്ടായിട്ടാണ് പാകിസ്ഥാൻ എടുക്കുന്നത്. ഓക്കെ, some people in US still sees Pakistan as a helpful partner, especially in fighting terrorism or dealing with Afghanistan. ഓക്കെ, പക്ഷേ ഇന്ത്യ ഇതിന് കാണുന്നത് വളരെ ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഐഡിയ ആയിട്ട്, അല്ലെങ്കിൽ റിസ്ക്കിയാണ് അല്ലേ. പാകിസ്ഥാനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റാത്തൊരു രാജ്യമാണ് പാകിസ്ഥാൻ. സിൻസ് പാകിസ്ഥാൻ കണ്ടിന്യൂസ് ടു സപ്പോർട്ട് ക്രോസ് ബോർഡർ ടെററിസം എന്നൊക്കെയാണ്. അതായത് പാകിസ്ഥാൻ ഇപ്പോഴും ആ ഒരു ബോർഡർ ടെററിസത്തിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അവിടുത്തെ മിലിറ്ററി ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ മിലിറ്ററിയാണ് ഏറ്റവും വലിയ സപ്പോർട്ട് ടെററിസത്തിന്. ഓക്കെ, ഇതൊന്നും കാണാതെ യു എസ് പാകിസ്ഥാനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അത് അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഒരു വെപ്പണായിട്ടാണ് യു എസ് പാകിസ്ഥാനെ കാണുന്നത്. ഓക്കെ, പിന്നെ ഉള്ളൊരു കാര്യം മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യാസ് ഇൻഡിപെൻഡൻറ്റ് ഫോറിൻ പോളിസി എന്നാണ്. ഇന്ത്യ എപ്പോഴും ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കുന്ന ഒരു രാജ്യമാണ് അല്ലേ. ആൻഡ് നമ്മൾക്ക് ഈ ഗ്ലോബൽ മാറ്റേഴ്സിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഡിസിഷൻസ് ഉണ്ട്. സോ യു എസ് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ യു എസ് വിചാരിക്കുന്നത് ഇന്ത്യ ഈസ് ബീങ് അൺസർട്ടൈൻ എന്നാണ് യു എസ് ഇതിനെ അവരങ്ങനെയാണ് ഇതിനെ കരുതുന്നത്. ഓക്കെ, നമ്മൾ ഒരു സൈഡിൽ നിൽക്കില്ല, വി ആർ അവോയ്ഡിങ് ടേക്കിംഗ് സൈഡ്സ്. സോ ഇതിനെ യു എസ് കാണുന്നത് ഇന്ത്യ ഭയങ്കര ഒരു അൺസർട്ടൈൻ ആണ്. ഓക്കെ, ഒരു സൈഡും എടുക്കാത്തൊരു രാജ്യമായിട്ടാണ് നമ്മളെ കാണുന്നത്. ഓക്കെ, നമുക്കൊരു സ്റ്റാൻഡ് ഇല്ല എന്നാണ് യു എസ് പറയുന്നത്. സോ റിയാലിറ്റിയിൽ നമ്മൾ വളരെ കെയർഫുള്ളും സ്ട്രാറ്റജിക്കും ആയിട്ടാണ് നമ്മുടെ ഫോറിൻ പോളിസീസ് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇന്ത്യ ഈസ് ജസ്റ്റ് ബീങ് കെയർഫുൾ ആൻഡ് സ്ട്രാറ്റജിക്. പിന്നെ ഇന്ത്യ ഈസ് ഗ്രോയിങ് ഇൻ ഗ്ലോബൽ ഇമ്പോർട്ടൻസ് അല്ലേ.
ഇപ്പോൾ സ്ട്രക്ചറൽ ഗ്യാപ്സിൻ്റെയും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെയും കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, പക്ഷേ ഇന്ത്യ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്ലോബൽ ഇമ്പോർട്ടൻസ് ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്കുള്ള ഒരു ഗ്ലോബൽ ഇമ്പോർട്ടൻസ് വളർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടി ഇറ്റ് സ്റ്റിൽ ഡസൻ ഹാവ് എ സ്ട്രോങ് വോയിസ് ഇൻ US പോളിസി ഡിസ്കഷൻസ്. ഓക്കെ, US ചില ആൾക്കാർ ഇപ്പോഴും വിശ്വസിക്കുന്നത്, ദേ റോങ്ലി തിങ്ക് ദാറ്റ് ഇന്ത്യ ഒരു സൂപ്പർ പവറായിട്ട് ആക്ട് ചെയ്യുകയാണെന്നുള്ളതാണ്. ഓക്കെ, കാരണമൊന്നുമില്ലാതെ നമ്മളെന്തോ വലിയ കാര്യമായിട്ട് ഇന്ത്യ വലിയ ആൾക്കാരായിട്ടാണ് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നാൽ ഇന്ത്യ ഒന്നും അല്ല എന്നുള്ളൊരു രീതിയിലാണ് US ആൾക്കാർ ഇന്ത്യയെ കാണുന്നത്. ഓക്കെ, അതാണ് സത്യം. Some people in the US wrongly think India is trying to act like a big power without reason. സോ നമ്മുടെ ഗോൾസ് എന്താണ്? ഇന്ത്യയുടെ ഗോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ബേസ്ഡ് ഓൺ റിയൽ പ്രോഗ്രസ്. ഓക്കെ, നമുക്ക് സ്റ്റഡി ഗ്രോത്ത് ഉണ്ട്. നമ്മൾ റിയൽ പ്രോഗ്രസ്സിൽ ഊന്നിക്കൊണ്ടാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇതിനൊരു ഓവർ കോൺഫിഡൻസ് ആയിട്ടൊന്നും US കാണേണ്ട ആവശ്യമില്ല, അല്ലേ? സോ ഈ ഒരു ഡ്രിഫ്റ്റ്, ദിസ് ഡ്രിഫ്റ്റ് ഈസ് ഹാപ്പനിങ് ബിക്കോസ് ഓഫ് ഡിഫറെൻറ്റ് സ്റ്റൈൽസ്. ഓക്കെ, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇതിനിടയിലുണ്ട്. ഓക്കെ, സോ ഇന്ത്യക്ക് വേണ്ടത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസ്പെക്ട്ഫുൾ പാർട്ട്ണർഷിപ്പാണ്. പക്ഷേ ആ ഒരു US അപ്രോച്ച്, ട്രംപിൻ്റെ അണ്ടറിലുള്ള US അപ്രോച്ച്, ഇറ്റ് ഹാസൻറ്റ് ഓൾവേസ് സപ്പോർട്ടഡ് ദാറ്റ് ഫുള്ളി എന്ന് വേണം പറയാൻ. സോ നമ്മൾ നോക്കേണ്ടത് ഒരു ലോങ് ടേം തിങ്കിങ്ങിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അല്ലാതെ ഇമോഷണലി അല്ല. സി, തിങ്ക് ലോങ് ടേം, നോട്ട് ഇമോഷണലി. അതായത് ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ, അതായത് പ്രത്യേകിച്ച് ട്രംപിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ ട്രംപ് ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത ഒരാളാണ്. ഓക്കെ, പുള്ളി ഇന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാളെ വേറൊന്ന് പറയും, മറ്റന്നാൾ അത് മാറ്റി പറയും. ഓക്കെ, സോ ഈ ഒരു ചെറിയ ചെറിയ പ്രോബ്ലംസിനൊന്നും നമ്മൾ ഓവർ റിയാക്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ട്രംപിൻ്റെ ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമ്മൾ ഓവർ റിയാക്ട് ചെയ്യാതിരിക്കുക. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഒരു ബിഗ് പിക്ചറിലാണ് നമ്മുടെ ഗോള്. ഓക്കെ, നമ്മൾ ഡിഫൻസ് ടൈസിൽ, അതായത് അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക, ഡിഫൻസിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. അതേപോലെ നമ്മുടെ ക്വാഡൊക്കെ ഇല്ലേ, അതായത് നമുക്കറിയാം ഓസ്ട്രേലിയയും ഇന്ത്യയും ജപ്പാനും US ആയിട്ടുള്ള ആ ഒരു ക്വാഡ് ഗ്രൂപ്പ്. സോ അതിലൊക്കെ ഫോക്കസ് ചെയ്യുക, ഇൻഫർമേഷൻ ഷെയറിങ്ങിൽ ഫോക്കസ് ചെയ്യുക, പിന്നെ ഇൻഡോ പസഫിക് റീജിയനിലുള്ള ആ ഒരു കോപ്പറേഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ വളരെ കാമായിട്ട് വി ഷുഡ് ഡു ദാറ്റ് റെഗുലർ. ഓക്കെ, അതായത് ബിഹൈൻഡ് ദ സീൻസ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, വി മസ്റ്റ് യൂസ് ക്വയറ്റ് ആൻഡ് സ്റ്റഡി ഡിപ്ലോമസി. അതായത് നമ്മൾ പേഷ്യൻ്റ് ആയിട്ടിരിക്കുക, നമ്മൾ സ്ട്രാറ്റജിക് ആവുക, അല്ലാതെ ഒരുപാട് ഡ്രമാറ്റിക് ആവരുത് ഇവിടെ. പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ എക്കണോമി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ റൂൾസ് ക്ലിയർ ആക്കുക, നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ബെറ്റർ ആക്കുക. ഓക്കെ, സോ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് വരും. ഓക്കെ, നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ബാക്കി കൺട്രീസിന് പ്ലീസ് ചെയ്യുക എന്നുള്ളതല്ല. ഓക്കെ, നമ്മുടെ ഫോക്കസ് എന്നുള്ളത് ടു മേക്ക് ഇന്ത്യ സ്ട്രോങ്ങർ ഫ്രം വിത്തിൻ എന്നുള്ളതാണ്. പിന്നെ ആ ഒരു ഇമിഗ്രേഷൻ, ഇപ്പോൾ ഒരു H1B വിസാസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ആൻഡ് ആ ഒരു സ്കിൽഡ് മൈഗ്രേഷൻ. സോ വി മസ്റ്റ് ടോക്ക് അബൌട്ട് ഇമിഗ്രേഷൻ വെരി പോസിറ്റീവ്ലി ആസ് സംതിങ് ദാറ്റ് ഹെൽപ്സ് ബോത്ത് ഇന്ത്യ ആൻഡ് ദി US. ഓക്കെ, ഷോ ഹൗ ഇന്ത്യൻ ടാലൻറ്റ് സപ്പോർട്ട്സ് ഇന്നോവേഷൻ, ടെക്നോളജി ആൻഡ് ദി US എക്കോണമി. ഓക്കെ, അല്ലാണ്ട് വേറൊരു ജോബ് സീക്കേഴ്സ് ആയിട്ട് നമ്മൾ അതായത് അങ്ങനെ ഡീൽ ചെയ്യരുത് അതിനെ. ഓക്കെ, വെറുതെ ജോലി അന്വേഷിച്ച് പോകുന്ന ആൾക്കാരെ ഡീൽ ചെയ്യരുത്. ഓക്കെ, നമുക്ക് ഇനഫ് ടാലൻറ്റ് നമ്മുടെ കയ്യിലുണ്ട് to support innovation, technology and the US economy. Okay, so in summary we can say that നമ്മളിവിടെ വളരെ കാമായി കോൺഫിഡൻ്റ് ആയിട്ട് we must look forward, okay, instead of reacting emotionally, and it should quietly strengthen its own position and continue building strong, meaningful ties with the US based on mutual respect and long-term goals. സോ നമുക്ക് ഈ ഒരു ന്യൂസ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാനുള്ളത്, നമ്മൾ ഈ പണ്ടത്തെ ചിന്താഗതിയൊക്കെ അങ്ങോട്ട് മാറ്റി ചിന്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, വി മസ്റ്റ് മൂവ് ബിയോണ്ട് ഓൾഡ് തിങ്കിങ്. ഇന്ത്യ ആണെന്നുണ്ടെങ്കിലും US ആണെന്നുണ്ടെങ്കിലും നമ്മൾ ആ പണ്ടത്തെ ആ ഒരു കോൾഡ് വാർ ഐഡിയാസൊക്കെ വിട്ടിട്ട്, ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു ഷോർട്ട് ടേം ഡീൽ മേക്കിംഗ് ഒക്കെ ഒന്ന് മാറ്റി പിടിക്കേണ്ട സമയമായി. സോ നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഇറ്റ് മസ്റ്റ് ബി ബേസ്ഡ് ഓൺ ട്രസ്റ്റ് ആൻഡ് ഷെയർഡ് ഗോൾസ്. ഓക്കെ, ക്വിക്ക് ബെനിഫിറ്റ്സിൽ ആയിരിക്കരുത്, നോട്ട് ജസ്റ്റ് ക്വിക്ക് ബെനിഫിറ്റ്സ്. ദ പാർട്ട്ണർഷിപ്പ് മസ്റ്റ് ബി ബേസ്ഡ് ഓൺ ട്രസ്റ്റ് ആൻഡ് ഷെയർഡ് ഗോൾസ്. പിന്നെ ഇന്ത്യ ആണെങ്കിലും US ആണെന്നുണ്ടെങ്കിലും രണ്ടുപേർക്കും ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തുക. ഓക്കെ, ഇൻവെസ്റ്റ് ഇൻ ഈച്ച് അതേഴ്സ് ഗ്രോത്ത്. ഇരു രാജ്യങ്ങളും ദേ ഷുഡ് വർക്ക് ടുഗെദർ ഇൻ ഏരിയാസ് ലൈക്ക് മാനുഫാക്ചറിങ്ങിൽ നമ്മൾ ഒന്നിച്ച് നിന്ന് വർക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു വിസാസിൻ്റെ കാര്യം പറഞ്ഞില്ല, സോ ഒരു മൊബിലിറ്റി, ഓക്കെ, ദ മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ ആൻഡ് ടാലൻറ്റ്, സോ അതിൽ ഫോക്കസ് ചെയ്യുക.
ആൻഡ് ആ ഒരു ഇൻഡോ പസഫിക് റീജിയനിലുള്ള ചെറിയ രാജ്യങ്ങളെ ഹെൽപ്പ് ചെയ്യുക. സോ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദിസ് വിൽ ബിൽഡ് എ സ്ട്രോങ് ആൻഡ് സ്റ്റേബിൾ ഫ്യൂച്ചർ ഫോർ ദ റീജിയൻ. ഓക്കെ. പിന്നെ വി മസ്റ്റ് ബോത്ത് ഇന്ത്യ ആണെങ്കിൽ യു എസ് ആണെന്നുണ്ടെങ്കിൽ വി മസ്റ്റ് ബിൽഡ് ഓൺ ഷെയർഡ് വാല്യൂസ്. സോ നമ്മുടെ റിലേഷൻഷിപ്പ് ഡെമോക്രസിയിൽ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം. നമ്മൾ വി ബോത്ത് ദേ മസ്റ്റ് റെസ്പെക്ട് ദി ഡൈവേഴ്സിറ്റി ആൻഡ് ഗ്ലോബൽ റൂൾസ് ഒക്കെ ഫോളോ ചെയ്യുക. ഓക്കെ, നോട്ട് ജസ്റ്റ് ഓൺ ബിസിനസ് ഡീൽസ് ഓർ ട്രൈങ് ടു കൗണ്ടർ ചൈന. ഓക്കെ, ആൻഡ് വി മസ്റ്റ് വർക്ക് വിത്ത് ക്ലാരിറ്റി ആൻഡ് പേഷ്യൻസ്. ബൈ ബീങ് ക്ലിയർ, റെസ്പെക്ട്ഫുൾ ആൻഡ് പേഷ്യൻറ്റ്, ഇന്ത്യക്കും യു എസിനും ദേ ക്യാൻ ബിൽഡ് എ പവർഫുൾ ആൻഡ് ലാസ്റ്റിംഗ് പാർട്ട്ണർഷിപ്പ്, അല്ലേ? നോട്ട് ജസ്റ്റ് ഇൻ ഏഷ്യ ബട്ട് അക്രോസ് ദ വേൾഡ്. സോ ഇവിടെ സമ്മറി ആയിട്ട് നമുക്ക് പറയാനുള്ളത്, ഇന്ത്യ ആണെങ്കിലും യു എസ് ആണെന്നുണ്ടെങ്കിലും ദേ നീഡ് ടു റിഫ്രഷ് ആൻഡ് ഡീപ്പൻ ദെയർ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഷെയർഡ് വാല്യൂസിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. കോർപ്പറേഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം, ലോങ് ടേം ഗോൾസിൽ ഫോക്കസ് ചെയ്യണം. ഓക്കെ, നോട്ട് ജസ്റ്റ് ഷോർട്ട് ടേം പൊളിറ്റിക്സ് ഓർ റൈവലറി വിത്ത് അതർ കൺട്രീസ് എന്നുള്ള കാര്യമാണ്. ഓക്കെ, സോ വിൽ മൂവ് ഓൺ ടു അവർ നെക്സ്റ്റ് ന്യൂസ്. സോ നമ്മുടെ നെക്സ്റ്റ് ന്യൂസ് ഇസ്രായേൽ ഇറാൻ വാറിനെ കുറിച്ചിട്ടുള്ളതാണ്. ദ ലീഗാലിറ്റി ഓഫ് ഇസ്രായേൽ ആക്ഷൻസ് അണ്ടർ ഇൻ്റർനാഷണൽ ലോ. സോ ഈ ഒരു ന്യൂസിൻ്റെ പ്രിലിംസ് റെലവൻസ് നമുക്കറിയാം, കറണ്ട് അഫയേഴ്സിൽ വരുന്നൊരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ മെയിൻസിൽ GS പേപ്പർ 2 വരുന്നതാണ്, എഫക്ട്സ് ഓഫ് പോളിസീസ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ഓൺ ഇന്ത്യാസ് ഇൻട്രസ്റ്റ് ആൻഡ് ഡയസ്പോറ. സോ വിൽ മൂവ് ഓൺ ടു ദ ന്യൂസ്. സോ ഈ ഒരു ഇൻ്റർനാഷണൽ ലോൻ്റെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ. സോ വി ലുക്ക് ഓൺ ടു ദ ലീഗൽ ഇഷ്യൂസ് അറൌണ്ട് ഇസ്രായേൽസ് റീസെൻറ്റ് സ്ട്രൈക്സ് ഓൺ ഇറാൻ. സോ UN ചാർട്ടർ പ്രകാരം ആർട്ടിക്കിൾ 2(4) പ്രകാരം, അതായത് അത് പറയുന്നത് ഇറ്റ് സേസ് ദാറ്റ് കൺട്രീസ് കനോട്ട് യൂസ് ഫോഴ്സ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ. ഓക്കെ, ഇത് മനസ്സിൽ വെക്കുക കേട്ടോ. അതായത് ഏത് രാജ്യങ്ങൾക്കും ദേ കനോട്ട് യൂസ് ഫോഴ്സ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ എന്ന് UN ചാർട്ടറിൽ പറയുന്നുണ്ട്, ആർട്ടിക്കിൾ 2(4) പറയുന്നുണ്ട്. പക്ഷെ ഓൺലി എക്സംഷൻ എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ UN സെക്യൂരിറ്റി കൗൺസിൽ അലൗ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് അറ്റാക്ക് നടത്താം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കൺട്രി ഒരു സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട് അറ്റാക്ക് ചെയ്യാം. അതായത് ഇഫ് എ കൺട്രി ഈസ് ആക്ടിങ് ഇൻ സെൽഫ് ഡിഫെൻസ് അണ്ടർ ആർട്ടിക്കിൾ 51. ഓക്കെ, ഒരു രാജ്യം അറ്റാക്ക് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചടിക്കാം. സോ ഇവിടെ സെൽഫ് ഡിഫെൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു സെൽഫ് ഡിഫെൻസ് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കൺട്രി ഡയറക്റ്റ്ലി അവർ അറ്റാക്ക് ചെയ്യപ്പെടണം. ഓക്കെ, ആൻഡ് അവരുടെ റെസ്പോൺസ് അത് നെസസറി ആയിരിക്കണം, പിന്നെ അത് പ്രപ്പോർഷണൽ ആയിരിക്കണം. ഓക്കെ, അത് അവരെങ്ങനെയാണോ ഇങ്ങോട്ട് തന്നത് അതേപോലെ തന്നെ തിരിച്ചു കൊടുക്കണം. ഓക്കെ, നോട്ട് ടു മച്ച് ഓർ ടു ലിറ്റിൽ. സോ ലീഗൽ എക്സ്പേർട്സ് ഒക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ ഒരു മാർക്കോ മെലിനോവിച്ച് എന്ന് പറയുന്ന സ്കോളേഴ്സ് ഒക്കെ പറയുന്നത്, ഇറാൻ ഒരിക്കലും ഇസ്രായേലിനെ ഡയറക്റ്റ്ലി അറ്റാക്ക് ചെയ്തിട്ടില്ല, അല്ലേ? ഇറാൻ ഡിഡ് നോട്ട് ഡയറക്ട്ലി അറ്റാക്ക് ഇസ്രായേൽ. ഇസ്രായേലിന്റെ പേടി എന്താണെന്ന് വെച്ചാൽ, ഇറാന്റെ ആ ഒരു ന്യൂക്ലിയർ വെപ്പൺ ഇറാൻ ഉണ്ടാക്കുമോ, ഇനി ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുമോ, അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്കത് പണിയാവില്ല എന്നുള്ളൊരു അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് കൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോൾ ഇറാൻ അടിച്ചത്. ഓക്കെ, ആൻഡ് ദർ ഇസ് നോ ക്ലിയർ പ്രൂഫ് ദാറ്റ് ഗ്രൂപ്പ് അറ്റാക്കിംഗ് ഇസ്രായേൽ വാസ് ലിങ്ക്ഡ് ടു ഇറാൻ, അല്ലേ? അതായത് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്ന ഗ്രൂപ്പ് ഇപ്പോൾ ഹമാസ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ ഹെസ്ബോളയൊക്കെ ആണെന്നുണ്ടെങ്കിലും അവർ ഇറാനുമായിട്ട് അത്രയും ഡയറക്റ്റ് ലിങ്ക് ഉണ്ട് എന്ന് തെളിയിച്ചിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ അതിനൊരു പ്രൂഫില്ല. ഓക്കെ, സോ ഇസ്രായേലിൻ്റെ ഈ ഒരു എയർ സ്ട്രൈക്ക് ദേ ഡു നോട്ട് മീറ്റ് ദ ലീഗൽ കണ്ടീഷൻസ് ഫോർ സെൽഫ് ഡിഫെൻസ് എന്നുള്ളതാണ്. ഓക്കെ, ഇസ്രായേലിലെ ഒരു സെൽഫ് ഡിഫെൻസ് എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്, പക്ഷേ ഇറ്റ് ഡസൻ മീറ്റ് ദി ലീഗൽ കണ്ടീഷൻസ്. സോ ഇന്റർനാഷണൽ ലോസ് അനുസരിച്ച് ഇസ്രായേലിന്റെ ഈ ഒരു മിലിറ്ററി ആക്ഷൻ ഇത് ഒരിക്കലും ലീഗൽ അല്ല. ഓക്കെ, ബിക്കോസ് ദർ വാസ് നോ ക്ലിയർ ആംഡ് അറ്റാക്ക് ഫ്രം ഇറാൻ ആൻഡ് ദി റെസ്പോൺസ് മൈറ്റ് നോട്ട് ഫോളോ ദ റൂൾ ഓഫ് സെൽഫ് ഡിഫെൻസ്. സോ ഇവിടെ നമ്മൾ ഇസ്രായേലിന്റെ ജസ്റ്റിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇസ്രായേൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇസ്രായേൽ സേസ് ദാറ്റ് ഇറ്റ്സ് അറ്റാക്ക് ഓൺ ഇറാൻ ഈസ് പ്രിംപ്റ്റീവ് സെൽഫ് ഡിഫെൻസ് എന്നാണ്. ഓക്കെ, അതായത് ഇറാൻ അറ്റാക്ക് ചെയ്തേക്കാം, അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം തന്നെ അറ്റാക്ക് ചെയ്യണം എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഒരു സ്റ്റൈല്. ഓക്കെ, അതാണ് അവരുടെ ആ ഒരു ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ്. ഓക്കെ, ഭാവിയിൽ ചിലപ്പോൾ ഇറാൻ ഞങ്ങൾ അറ്റാക്ക് ചെയ്തേക്കാം. ഓക്കെ, സോ അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് ഇനി ചിന്തിക്കാൻ സമയമില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം തന്നെ ഞങ്ങൾ അറ്റാക്ക് ചെയ്യണം ഇറാനെ എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇസ്രായേൽ വിശ്വസിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറാൻ്റെ ആ ഒരു ന്യൂക്ലിയർ ആക്ടിവിറ്റിയും അല്ലെങ്കിൽ ഇറാൻ്റെ ആ ഒരു ഹോസ്റ്റൈൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ അതൊക്കെ ഒരു എമിനന്റ് ത്രെട്ട് ആയിട്ടാണ് നമ്മൾ ഇസ്രായേൽ കണക്കാക്കുന്നത്. ഓക്കെ, ദേ ആർ സൈൻസ് ഓഫ് ആൻ എമിനന്റ് ത്രെട്ട്. സോ ഈ ഒരു ഇസ്രായേൽ ക്ലെയിം ചെയ്യുന്നത് ഇറ്റ് ആക്ടഡ് ബിഫോർ ബീയിങ് അറ്റാക്ക് ടു പ്രൊട്ടക്ട് ഇറ്റ് സെൽഫ്. ഓക്കെ,
ഞങ്ങൾ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അറ്റാക്ക് ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് അറ്റാക്ക് ചെയ്തത് എന്നുള്ളതാണ്. സോ നമ്മൾ നേരത്തെ ഒരു ആർട്ടിക്കിൾ 51 കാര്യം പറഞ്ഞല്ലോ. UN ചാർട്ടറിലെ ആർട്ടിക്കിൾ 51 പ്രകാരം ഒരു സെൽഫ് ഡിഫെൻസ് അങ്ങനെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ സെൽഫ് ഡിഫെൻസ് എന്നുള്ളതാണല്ലോ മുന്നോട്ട് വയ്ക്കുന്നത്. ഓക്കെ, ദാറ്റ് ഓൺലി ആഫ്റ്റർ ആൻ ആംഡ് അറ്റാക്ക് ഹാപ്പൻസ്. ഓക്കെ, ഇത് അങ്ങനെ മാത്രമേ ഈ ഒരു UN ചാർട്ടർ അങ്ങനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അല്ലാണ്ട് അതിൻ്റെ ഇറ്റ് കൻ നോട്ട് ബി യൂസ്ഡ് ബിഫോർ. സോ ഈ ഒരു പ്രിമിറ്റീവ് സ്ട്രൈക്സ് ദേ ആർ നോട്ട് ക്ലിയർലി അലൗഡ് അണ്ടർ കറണ്ട് ഇന്റർനാഷണൽ ലോ. ഓക്കെ, സോ ചില ലീഗലായിട്ടുള്ള എക്സ്പേർട്സ്, അതായത് ഈ ഒരു റോസ്ലിൻ ഹിഗിൻസ് എന്നൊക്കെ പറയുന്ന ആൾ, പുള്ളി പറഞ്ഞത് ഹി സേസ് ദാറ്റ് വെയിറ്റിംഗ് ഫോർ ആൻ ആക്ച്വൽ അറ്റാക്ക് ക്യാൻ ബി ഡേഞ്ചറസ് ഇൻ എക്സ്ട്രീം കേസസ് എന്നുള്ളതാണ്. സോ പുള്ളി വിശ്വസിക്കുന്നത് ഈ ഒരു ആൻറ്റിസിപ്പേറ്ററി സെൽഫ് ഡിഫെൻസിലാണ്. ഓക്കെ, ഇറ്റ് മൈറ്റ് ബി ജസ്റ്റിഫൈഡ് ഇഫ് ദ ത്രെറ്റ് ഈസ് ട്രൂലി സീരിയസ് ആൻഡ് അൺഅവോയ്ഡബിൾ. പിന്നെ ഇവിടെ നമുക്കൊരു കാരോളിൻ ഡോക്ടറിൻ എന്നുള്ളൊരു സാധനത്തിനെ പറ്റിയിട്ട് നോക്കാനുണ്ട്. സോ ഈ ഒരു ഐഡിയ ഇത് ഇറ്റ് കം ഫ്രം ആൻ ഓൾഡ് 1837 കേസ് കോൾഡ് ദി കാരോളിൻ ഇൻസിഡൻറ്റ്. സോ ആ ഇൻസിഡൻറ്റിലോട്ട് നമ്മൾ പോകുന്നില്ല. സോ ഇത് പറയുന്നത് ഈ ഒരു പ്രിമിറ്റീവ് ഫോഴ്സ്, ഓക്കെ, ഈ ഒരു പ്രിമിറ്റീവ് ഫോഴ്സ് ഇറ്റ് ഈസ് ഓൺലി ലീഗൽ ഇഫ് ആ ഒരു ത്രെട്ട് ഇൻസ്റ്റന്റ് ആണ്, അത് ഓവർവെൽമിങ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രിമിറ്റീവ് ഫോഴ്സ് യൂസ് ചെയ്യാം, ഇസ്രായേൽ യൂസ് ചെയ്തതുപോലെ. വേറെ ഒരു നിവൃത്തിയില്ലെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, ദർ ഇസ് നോ അതർ ചോയ്സ്. അതേപോലെ തന്നെ ഇനി വെയിറ്റ് ചെയ്യാൻ സമയമില്ല, അല്ലെങ്കിൽ ഇനി ചിന്തിക്കാൻ ടൈമില്ല, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഫോഴ്സ് യൂസ് ചെയ്യാം, ഒരു പ്രിമിറ്റീവ് ഫോഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു പ്രിമിറ്റീവ് ഫോഴ്സ് കൊണ്ട് ഉദ്ദേശിച്ചത് മനസ്സിലായല്ലോ. അതായത് ആ ഒരു ഫ്യൂച്ചറിൽ ഇനി അറ്റാക്ക് ഉണ്ടാവാം, സോ അതുകൊണ്ട് ഇപ്പം തന്നെ അറ്റാക്ക് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു പ്രിമിറ്റീവ് ഫോഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത് ഇപ്പോൾ ഈ ഒരു കാരോളിൻ ഡോക്ടറിൻ ദിസ് സെറ്റ്സ് എ വെരി ഹൈ സ്റ്റാൻഡേർഡ് അല്ലേ ഫോർ വെൻ പ്രിമിറ്റീവ് സ്ട്രൈക്സ് ആർ അലൗഡ്. സോ ഇതിൻ്റെ ലീഗൽ കണ്ടീഷൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ഒരു എമിനൻസ് അല്ലെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഇസ്രായേലിൻ്റെ ഈ ഒരു പ്രിമിറ്റീവ് സെൽഫ് ഡിഫെൻസ് ഇത് യൂസ് ചെയ്യാൻ പറ്റുക ആ ഒരു ത്രെട്ട് വളരെ ഇമിനൻ്റ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് വെരി ക്ലോസ് ടു ഹാപ്പനിങ്. മറ്റേ മിഥുന സിനിമയിൽ മറ്റേ തേങ്ങ ഉടയ്ക്കുമ്പോൾ ഇത് ഇപ്പം പൊട്ടും, ഇത് ഇപ്പം പൊട്ടിക്കാൻ പോണു. ഓക്കെ, അത്രയും ക്ലോസ് ആയിട്ട് അത് അത്രയും അത് എന്തായാലും നടക്കുമെന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ, ആ ഒരു ത്രെട്ട് എന്തായാലും ഇറാൻ എന്തെങ്കിലും എടുത്ത് പൊട്ടിക്കുന്ന ഇസ്രായേലിന് അത്രയ്ക്ക് ഉറപ്പുള്ള ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഓക്കെ, സോ ദ ത്രെട്ട് മസ്റ്റ് ബി ഇമിനൻ്റ് ആൻഡ് വെരി ക്ലോസ് ടു ഹാപ്പനിങ്. സോ ഈ ഒരു റെസ്പോൺസ് ഇത് ഇറ്റ് മസ്റ്റ് ബി നെസസറി ആൻഡ് പ്രൊപ്പോർഷണൽ. ഓക്കെ, അതൊരിക്കലും എക്സസീവ് ആവരുത്. സോ ഇസ്രായേൽ ക്ലെയിം ചെയ്യുന്നത് ഇറ്റ് ആക്ടഡ് ഏർലി ടു സ്റ്റോപ്പ് എ ഫ്യൂച്ചർ അറ്റാക്ക് ഫ്രം ഇറാൻ എന്നുള്ളതാണ്. ബട്ട് ഇന്റർനാഷണൽ ലോസ് പ്രകാരം ഈ ഒരു പ്രിഎംപ്റ്റീവ് സെൽഫ് ഡിഫെൻസ് ഇത് വളരെ കോൺട്രവേഴ്ഷ്യലാണ്. ആൻഡ് ഇത് അലോ ചെയ്യുന്നത് വളരെ റെയറും എക്സ്ട്രീം കേസസിലാണ്. ഒരുപാട് എക്സ്പേർട്സ് പറയുന്നത് ഇസ്രായേലിൻ്റെ ഈ ഒരു സ്ട്രൈക്ക് ദേ മേ നോട്ട് മീറ്റ് ദി സ്ട്രിക്ട് ലീഗൽ ടെസ്റ്റ് ഫോർ ഇമിനന്റ് ത്രെറ്റ് ആൻഡ് പ്രൊപ്പോർഷണൽ റെസ്പോൺസ് എന്നുള്ളതാണ്. സോ നമ്മളിത് നോക്കാൻ പോകുന്ന ആ ഒരു ഇമിനൻ്റ് ത്രെട്ട് എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചല്ലോ. സോ അതിൻ്റെ രണ്ട് ഇൻ്റർപ്രിറ്റേഷൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ദി ടു മീനിങ്സ് ഓഫ് ഇമിനൻസ് ആൻഡ് ഹൗ ഇറ്റ് അപ്ലൈസ് ടു ഇസ്രായേൽ ഇറാൻ കേസ്. നമുക്ക് രണ്ട് വ്യൂ എടുക്കാം. നമുക്കൊരു നാരോ വ്യൂ എടുക്കാം, പിന്നെ നമുക്കൊരു ബ്രോഡായിട്ടുള്ളൊരു വ്യൂ എടുക്കാം. ഈ ഒരു ബ്രോഡ് വ്യൂ ഇറ്റ് ഈസ് വെരി ലെസ് അക്സെപ്റ്റഡ്. ഓക്കെ, സോ ലീഗലി പ്രിഫർ ചെയ്യുന്ന ഈ ഒരു നാരോ വ്യൂ ആണ്. അതായത് ദി അറ്റാക്ക് ഈസ് അബൌട്ട് ടു ഹാപ്പൻ വെരി സൂൺ. അതായത് അങ്ങനെയുള്ളൊരു ടൈമിൽ നമുക്ക് ആ ഒരു അറ്റാക്ക് നടത്താം. ഓക്കെ, ഒരു ഇമിനൻ്റ് ത്രെട്ടാണ് അല്ല, അതായത് വിത്തിൻ മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ, വളരെ കുറച്ച് ഫ്യൂ ഡേയ്സിനുള്ളിൽ തന്നെ ആ ഒരു അറ്റാക്ക് നടക്കാൻ സാധ്യതയുണ്ട്, ഇറാൻ അറ്റാക്ക് ചെയ്യാം ഇസ്രായേലിനെ എന്നുള്ളത് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഓക്കെ, യു ക്യാൻ ഓൺലി സ്ട്രൈക്ക് ഫസ്റ്റ് ഇഫ് ദ ഡേഞ്ചർ ഈസ് ക്ലിയർ ആൻഡ് ഇമീഡിയറ്റ്. ഓക്കെ, പിന്നെ ആ ഒരു ഇതാണ് നാരോ വ്യൂ. ഓക്കെ, ഇതാണ് ലീഗലി പ്രിഫേർഡ്. ഇനി ബ്രോഡായിട്ടുള്ള വ്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ ലെസ് അക്സെപ്റ്റഡ് ആണ്. അതായത് ഒരു ഇമ്മീഡിയറ്റ് അറ്റാക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഫ്യൂച്ചർ ത്രെട്ട്, അതായത് ഈവൺ ഇഫ് ദർ ഇസ് നോ ഇമ്മീഡിയറ്റ് അറ്റാക്ക്, എ ഫ്യൂച്ചർ ത്രെട്ട് ഈസ് ഇനഫ് ടു ആക്ട്. ഓക്കെ, എന്നുള്ളതാണ് ഈ ഒരു ബ്രോഡ് വ്യൂ. ഓക്കെ, ഫ്യൂച്ചർ ത്രെട്ട്, ഫ്യൂച്ചറിൽ ഇനി എന്തെങ്കിലും ഒരു, അതായത് ഇറാൻ ഇപ്പോൾ എന്തെങ്കിലും അവരുടെ ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കാം എന്നുള്ള ആ ഒരു ഫ്യൂച്ചർ ത്രെട്ട് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചങ്ങോട്ട് അടിക്കാം ഇപ്പം തന്നെ എന്നുള്ളതാണ് ഈ ഒരു ബ്രോഡ് വ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ദിസ് കുഡ് ഇൻക്ലൂഡ് എ കൺട്രി ഡെവലപ്പിംഗ് ഡേഞ്ചറസ് വെപ്പൺസ് ഓവർ ടൈം. ഇതും കൂടി അതിൽ വരുന്നുണ്ട്.
സോ ഇവിടെ നമുക്ക് പറയാം ഇന്റർനാഷണൽ ലോസ് പറയുന്നത് ഇപ്പോൾ മോസ്റ്റ്ലി ലീഗൽ എക്സ്പേർട്സും അതേപോലെ ഈ കാരോളിൻ ഡോക്ടറിനൊക്കെ നമ്മൾ പറയുന്നത് ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ആ ഒരു നാരോ വ്യൂ ആണ്. ഓക്കെ, ആ ഒരു അറ്റാക്ക് ഇറ്റ് ഈസ് അബൌട്ട് ടു ഹാപ്പൻ വെരി സൂൺ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രിമിറ്റീവ് സെൽഫ് ഡിഫെൻസ് ഉപയോഗിക്കാം. ഓക്കെ, അപ്പം അത് ലീഗലി വലിയ കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, യു ക്യാൻ ഓൺലി സ്ട്രൈക്ക് ഫസ്റ്റ് ഇഫ് ദ ഡേഞ്ചർ ഈസ് ക്ലിയർ ആൻഡ് ഇമ്മീഡിയറ്റ്. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു പ്രിമിറ്റീവ് സെൽഫ് ഡിഫെൻസ് ഇറ്റ് ഈസ് ലീഗൽ ഓൺലി വെൻ ദ ത്രെറ്റ് ഈസ് ഇൻസ്റ്റന്റ് ആൻഡ് ഓവർവെൽമിങ്. ഓക്കെ, ഒരു ഇൻസ്റ്റന്റ് ഇപ്പോൾ നടക്കും അല്ലെങ്കിൽ അതിശക്തമായിട്ട് ഇപ്പോൾ ഒരടി കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ദർ ഈസ് അതേപോലെ തന്നെ ഇനി സമയമില്ല, വെയിറ്റ് ചെയ്യാൻ ടൈമില്ല, വേറെ ഓപ്ഷൻസ് ഇല്ല. ഓക്കെ, അങ്ങനെ ഒരു ന്യൂക്ലിയർ ബോംബൊക്കെ ഇടാൻ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ച് അറ്റാക്ക് നടത്താം അല്ലേ. ദർ ഇസ് നോ ടൈം ടു വെയിറ്റ് ഓർ കൺസിഡർ അതർ ഓപ്ഷൻസ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രിമിറ്റീവ് സെൽഫ് ഡിഫെൻസ് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു ബ്രോഡ് വ്യൂ നമ്മൾ പറയുന്നത് അത് വളരെ റിസ്ക്കിയാണ് അല്ലേ. അങ്ങനത്തെ ആ ഒരു ബ്രോഡ് വ്യൂ എല്ലാവരും എടുത്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പവർഫുൾ കൺട്രീസൊക്കെ അതെടുത്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ചെറിയ രാജ്യങ്ങൾ അവർക്ക് ഈസി ആയിട്ട് അറ്റാക്ക് ചെയ്യാം അല്ലേ. they can attack others too easily just by claiming there is a future threat. ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ത്രെട്ട് ഉണ്ടാവാം, അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം തന്നെ കയറിയിട്ട് അറ്റാക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഇറാൻ്റെയും കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ for Israel to legally justify its strike, it must prove that Iran was about to attack very soon. ഓക്കെ, ഇസ്രായേലിന് ഇത് ലീഗലി ജസ്റ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ നടത്തിയ ഈ ഒരു സ്ട്രൈക്സിനെ ലീഗലി ജസ്റ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇസ്രായേലിൻ്റെ കയ്യിൽ ഒരു പ്രൂഫ് വേണം. ദേ മസ്റ്റ് പ്രൂവ് ദാറ്റ് ഇറാൻ ഏത് സമയത്തും ഇനി അറ്റാക്ക് നടത്താം. പക്ഷെ അങ്ങനത്തെ ഒരു തരത്തിലുള്ള പ്ലാനുകളും ഇറാൻ ഉണ്ടായിരുന്നില്ല. ഇറാൻ ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ ആ ഒരു മീഡിയേഷന് തയ്യാറാണ്. ഓക്കെ, പക്ഷേ ഇസ്രായേൽ ആ ഒരു ബോംബിംഗ് നിർത്തണം എന്നുള്ള ഒരു കാര്യം മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. So they are saying, just saying that Iran might build a nuclear weapon in the future is not enough under international law. ഒരു ഇപ്പോൾ നമുക്ക് സമ്മറി ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ലീഗലി ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട് ലീഗലി നമ്മൾ ആ ഒരു അറ്റാക്ക് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ബിഫോർ ബീയിങ് അറ്റാക്ക് ദ ഡേഞ്ചർ മസ്റ്റ് ബി ട്രൂലി ഇമ്മീഡിയറ്റ്. ഓക്കെ, ഇസ്രായേൽ ക്ലെയിം ചെയ്യുന്നത് ഇസ്രായേൽ ക്ലെയിം അബൌട്ട് ഇറാൻസ് ഫ്യൂച്ചർ ന്യൂക്ലിയർ ത്രെറ്റ് ആൻഡ് ഇറ്റ് ഡസൻറ്റ് മീറ്റ് ദി സ്ട്രിക്ട് ലീഗൽ ടെസ്റ്റ് ഓഫ് ഇമ്മിനൻസ്. സോ നമുക്ക് ഈ ഒരു ന്യൂസ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഈ ഒരു ഇൻ്റർനാഷണൽ ലോസിൻ്റെ കാര്യമാണ്. ഓക്കെ, ആ ഒരു UN ചാർട്ടറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, പക്ഷെ അതിനൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇസ്രായേലിലെ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മുടെ CM ഒക്കെ പറഞ്ഞ പോലെ ഒരു തെമ്മാടി രാഷ്ട്രം ആയിട്ട് നമുക്ക് ഇസ്രായേലിനെ കണക്കാക്കാം. സോ വൈ ഇൻ്റർനാഷണൽ ലോ സ്റ്റിൽ മാറ്റേഴ്സ് എന്നുള്ളതാണ്, ഈവൺ വെൻ പവർഫുൾ കൺട്രീസ് ബ്രേക്ക് ഇറ്റ്. നമ്മൾ ചില ആൾക്കാർ വിശ്വസിക്കുന്നത് ഈ ഒരു ഇൻ്റർനാഷണൽ ലോ എന്നുള്ളത് അത് വർക്ക് ചെയ്യില്ല, അത് യൂസ്ലെസ് ആണെന്നാണ് വിശ്വസിക്കുന്നത്. ബിക്കോസ് സ്ട്രോങ് കൺട്രീസ് ഓഫൺ ഡു വാട്ട് എവർ ദേ വാണ്ട് വിതൗട്ട് പണിഷ്മെൻറ്റ് അല്ലേ. പക്ഷെ അത് ഇപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഇൻ്റർനാഷണൽ ലോ എന്ന് പറയുന്നത് ഒരു മെയിൻ സിസ്റ്റമാണ് അല്ലേ, ടു ജഡ്ജ് വെദർ എ കൺട്രീസ് ആക്ഷൻ ആർ റൈറ്റ് ഓർ റോങ്. അങ്ങനെ ജഡ്ജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മെയിൻ ആയിട്ടുള്ള ഒരു സിസ്റ്റം വേണം. സോ ഇൻ്റർനാഷണൽ ലോസ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത് ഈ ലോക രാജ്യങ്ങൾക്ക് തന്നെ ഇത് കൊടുക്കുന്നത് ഒരു കോമൺ സെറ്റ് ഓഫ് റൂൾസ് ആണ് അല്ലേ, ടു ഹോൾഡ് കൺട്രീസ് അക്കൗണ്ടബിൾ. സോ വൈ വി ഷുഡ് കീപ് യൂസിങ് ഇറ്റ്. സോ ശരിയാണ്, കൺട്രീസ് ഈ ഒരു റൂൾസ് ഒക്കെ ബ്രേക്ക് ചെയ്യാറുണ്ട്. ബട്ട് ഈ ഒരു ഇൻ്റർനാഷണൽ ലോ ഇല്ല എന്നുണ്ടെങ്കിൽ ദർ വുഡ് ബി നോ സ്ട്രക്ചർ ഓർ സ്റ്റാൻഡേർഡ് അറ്റ് ഓൾ അല്ലേ. സോ ഇൻവോക്കിങ്ങിലൂടെയും അതേപോലെ ലീഗൽ റൂൾസ് അപ്ലൈ ചെയ്യുന്നതിലൂടെയും വി കീപ് ദി പ്രഷർ ഓൺ and it shows that violations are not acceptable. സോ അപ്പോൾ സമ്മറി ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഈ ഒരു പവർഫുൾ കൺട്രീസ് എന്നിരുന്നാലും അവരത് ഇഗ്നോർ ചെയ്യുന്നുണ്ട് എങ്കിൽ കൂടി ഇൻ്റർനാഷണൽ ലോ ഇറ്റ് ഈസ് എ വെരി ബെസ്റ്റ് ടൂൾ. ഓക്കെ, സോ നമ്മളതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. സോ വി ഹാവ് ടു പ്രൊട്ടക്ട് ഫെയർനെസ്, പീസ് ആൻഡ് ഗ്ലോബൽ ഓർഡർ. സോ ദാറ്റ്സ് വൈ ഇറ്റ് മസ്റ്റ് കണ്ടിന്യൂ ടു ബി യൂസ്ഡ് ടു ചാലഞ്ച് ഇല്ലീഗൽ ആക്ഷൻസ് ആൻഡ് ഡിഫെൻഡ് ഗ്ലോബൽ നോംസ്. സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം. ഈ ഒരു ഇറാൻ ഇസ്രായേൽ ടെൻഷൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ന്യൂസാണ്. ഓക്കെ, ഇറാനൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഓയിലിൻ്റെ വില കൂടുമല്ലോ. വൈ ഓയിൽ പ്രൈസസ് ആർ ഇൻക്രീസിങ് അമിഡ് ഇറാൻ ഇസ്രായേൽ ടെൻഷൻസ് എന്നുള്ളതാണ്. സോ പ്രിലിംസിൽ കറണ്ട് അഫയേഴ്സിൽ ഉള്ളതാണ്. മെയിൻസിൽ GS പേപ്പർ 3 വരുന്നതാണ്. ഇന്ത്യൻ എക്കോണമി ആൻഡ് ഇഷ്യൂസ് റിലേറ്റിംഗ് ടു പ്ലാനിങ്, മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. സോ ഈ ഒരു ന്യൂസ് എടുക്കുമ്പോൾ we look on to the impact of Iran-Israel conflict on oil prices. സോ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഈ ഒരു ഫൈറ്റിംഗ് അല്ലെങ്കിൽ ഈ ഒരു ടെൻഷൻ ഇറ്റ് ഹാസ് മെയ്ഡ് ദ വേൾഡ് വറി ദാറ്റ് ഓയിൽ സപ്ലൈ മൈറ്റ് ബി ഡിസ്റപ്റ്റഡ് എസ്പെഷ്യലി ഫ്രം ദ മിഡിൽ ഈസ്റ്റ്. സോ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവിച്ചു, വില കൂടിയിട്ടുണ്ട്.
സോ ജൂൺ 13 ഈ ഒരു ബ്രന്റ് ക്രൂഡ് ഓയിൽ എന്നുള്ളത് ഇതൊരു ഇറ്റ് ഈസ് എ മേജർ ഗ്ലോബൽ ഓയിൽ സ്റ്റാൻഡേർഡ്. ഓക്കെ, സോ ഇതാണ് ഈ ഒരു കൈൻഡ് ഓഫ് ഓയിലാണ് വേൾഡിൽ ഏകദേശം ആൾക്കാർക്ക് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഒരു ജൂൺ 13 ഒരു ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഈ ഒരു ഫൈറ്റിംഗ് അത് തുടങ്ങിയപ്പോൾ ദ പീപ്പിൾ ഗോട്ട് വെറീഡ് ദാറ്റ് ഓയിൽ സപ്ലൈസ് മൈറ്റ് ബി എഫക്റ്റഡ് ആൻഡ് അത് എഫക്റ്റ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. സോ ഈ ഒരു ഫിയർ കൊണ്ട് മാർക്കറ്റിൽ ഓയിലിൻ്റെ പ്രൈസ് വളരെയധികം കൂടി. സോ നമ്മളിവിടെ സംസാരിക്കുന്ന ഓയിൽ എന്ന് പറയുന്നത് ദ ടൈപ്പ് ഓഫ് ഓയിൽ ബീങ് ടോക്ഡ് അബൌട്ട് ഈസ് ബ്രന്റ് ക്രൂഡ്. ഓക്കെ, സോ ഇതിൻ്റെ പ്രൈസ് 9% വർദ്ധിക്കുകയാണ് ഉണ്ടായത്. സോ അതായത് $100 ആയിരുന്നു മുമ്പ്, പക്ഷെ അത് $109 വർദ്ധിച്ചു. ആൻഡ് ഒരു ബാരലിന് $75 വരെ പോയി. ഇറ്റ് റീച്ച്ഡ് 75.65 ഫോർ 1 barrel ഓഫ് ഓയിൽ. സോ ആ ഒരു ദിവസം തന്നെ ഫോർ എ ഷോർട്ട് ടൈം ദാറ്റ് ഡേ ഇറ്റ് വെൻറ്റ് അപ് ടു 78. ഓക്കെ, ഒരു ഷോർട്ട് ടൈമിന് വളരെ കുറച്ച് സമയത്തിന് ഇത് $78 വരെയും ഒരു ബാരലിന് കൂടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത് 5 മാസത്തിലെ ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് ആയിരുന്നു. സോ ജൂൺ 13 ഈ ഒരു ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റ് കൊണ്ട് ഓയിലിൻ്റെ പ്രൈസ് വളരെയധികം കൂടി ഡ്യൂ ടു ഫിയർ ഓഫ് സപ്ലൈ പ്രോബ്ലംസ്. ഓക്കെ, സോ പിന്നെ അതിനുശേഷം ജൂൺ 16 ഒരു പോസിബിൾ സീസ് ഫയർ വരാം, ഒരു ടോക്സ് നടക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ന്യൂസ് പുറത്തേക്ക് വന്നപ്പോൾ ഇറ്റ് ബ്രോട്ട് സം റിലീഫ്. ഓക്കെ, സോ ആ ഒരു പ്രൈസ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജൂൺ 17 ഉള്ള അപ്ഡേറ്റ് പ്രകാരം ബൈ 8 PM ഓൺ ജൂൺ 17 ഈ ഒരു ബ്രന്റ് ക്രൂഡിൻ്റെ പ്രൈസ് എന്നുള്ളത് $74 ആണ്. ഓക്കെ, സ്റ്റിൽ 2.4% അടുത്ത് ഹയർ ആണ് അല്ലേ ദാറ്റ് ഇറ്റ് വാസ് ഓൺ മൺഡേ. ഓക്കെ, സോ ഈ ഒരു ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഈ ഒരു ടെൻഷൻസ് ഇറ്റ് ഹാസ് മെയ്ഡ് ഓയിൽ പ്രൈസസ് റൈസ് ഷാർപ്ലി ഔട്ട് ഓഫ് ഫിയർ ഓഫ് സപ്ലൈ പ്രോബ്ലംസ്. ബട്ട് സൈൻസ് ഓഫ് ഡിപ്ലോമസി ഹെൽപ്ഡ് കാം മാർക്കറ്റ് സ്ലൈറ്റ്ലി ദോ പ്രൈസസ് റിമെയിൻഡ് എലവേറ്റഡ് എന്നുള്ള കാര്യമാണ്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് ആ ഒരു സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് വി ലുക്ക് ഓൺ ടു വാട്ട് ഹാപ്പൻസ് ഇഫ് ഇറ്റ് ഈസ് ക്ലോസ്ഡ്. സോ ഇതൊരു വളരെ നാരോ ആയിട്ടുള്ള ഒരു വാട്ടർ വേ ആണ്. ഇത് പേർഷ്യൻ ഗൾഫിനെയും അറേബ്യൻ സീനെയും കണക്ട് ചെയ്യുന്ന ഒരു നാരോ വാട്ടർ വേ ആണ്. സോ ഇതിനെ നമുക്കൊരു മെയിൻ ഹൈവേ ആയിട്ട് കണക്കാക്കാം ഫോർ ഓയിൽ ഷിപ്സ് ഫ്രം കൺട്രീസ് ലൈക്ക് സൗദി അറേബ്യ, ഇറാൻ ആൻഡ് UAE. സോ ഇത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് ചോദിച്ചാൽ 2024 20 മില്യൺ ബാരൽ ഓഫ് ഓയിലാണ് ഒരു ദിവസം ഈ ഒരു സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് വഴി പാസ് ചെയ്തത്. ഓക്കെ, 20 മില്യൺ ബാരൽ ഓഫ് ഓയിൽ 2024. സോ ലോകത്ത് 5 ബാരൽ എടുത്താൽ ഒരു ബാരലിൽ ഇവിടുന്ന് പാസ് ചെയ്യണതാണ്. ദാറ്റ്സ് 1 out of every 5 barrels used in the world is passing through the Strait of Hormuz. So it also carries most of the oil and gas going to Asia. ഓക്കെ, ഇന്ത്യയിലേക്കും ചൈനയിലേക്കും ജപ്പാനിലേക്കൊക്കെയുള്ള ഏഷ്യയിലുള്ള കൺട്രീസിലേക്കൊക്കെ വരുന്ന ഓയിൽ മെയിൻലി വരുന്നത് ഈ വഴിയാണ്. ഓക്കെ, സോ ഇറാൻ അത് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഓയിൽ സപ്ലൈ ഡിലേ ആവും, കോസ്റ്റ് ഒക്കെ കൂടും അല്ലേ, ഷിപ്പിംഗ് കോസ്റ്റ് വളരെയധികം കൂടും, ഇൻഷുറൻസ് അതൊക്കെ എക്സ്പെൻസീവ്, ഇൻഷുറൻസ് ബിക്കം എക്സ്പെൻസീവ് ആൻഡ് മീൻസ് ഈ ഒരു ഫ്യൂൽ ആൻഡ് ഗ്യാസ് പ്രൈസ് അറൗണ്ട് ദ വേൾഡ് അത് കൂടും. ഓക്കെ, ഇനി വേറെ ഇപ്പോൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ റൂട്ട്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്യൂസ് കനാലും റെഡ് സീ ഒക്കെ എന്നും പ്രശ്നമാണ്. ഓക്കെ, റെഡ് സീ കൂടെയൊക്കെ വരികയാണെന്ന് നമുക്കറിയാലോ. ഈ ഒരു 2023 ആ ഒരു ഒക്ടോബറിൽ ആ ഒരു റെഡ് സീ ക്രൈസിസ് ഉണ്ടായിരുന്നല്ലോ. അതായത് അന്ന് യമനിലുള്ള ആ ഒരു ഹൂതി മൂവ്മെന്റിനെ ബാക്ക് ചെയ്തത് ഇറാനാണ്. ഓക്കെ, ഇറാൻ ബാക്ക് ദി ഹൂതി മൂവ്മെന്റ് ഇൻ യമൻ ആൻഡ് എന്നിട്ട് ഈ ഹൂതീസ് ഇസ്രായേലിന് നേരെ മിസൈൽസ് അയച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് ആംഡ് ഡ്രോൺസ് ഒക്കെ വിട്ടിട്ടുണ്ടായിരുന്നു ഡിമാൻഡിങ് ആൻ എൻഡ് ടു ദി ഇൻവേഷൻ ഓഫ് ദി ഗാസ സ്ട്രിപ്പ്. സോ അങ്ങനെ ഈ ഒരു സ്യൂസ് കനാൽ റെഡ് സീ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും എഫക്റ്റഡ് ആവും. ഓക്കെ, ഈ ഒരു കോൺഫ്ലിക്റ്റ് ഇനിയും കൈവിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും വേറെ ട്രേഡ് റൂട്ടുകളും എഫക്റ്റ് ആവും. സോ ദാറ്റ് വുഡ് മേക്ക് ഗ്ലോബൽ ട്രേഡ് സ്ലോവർ ആൻഡ് മോർ എക്സ്പെൻസീവ് അല്ലേ. ഗ്ലോബൽ ട്രേഡിനെ സ്ലോ ആക്കും, അതേപോലെ തന്നെ അത് എക്സ്പെൻസീവ് ആക്കും. സോ ഇറാൻ ഈ ഒരു സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് ബ്ലോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓയിൽ സപ്ലൈയിൽ വളരെ വലിയ പ്രോബ്ലംസ് ഉണ്ടാക്കും, എസ്പെഷ്യലി ഏഷ്യയിലുള്ള രാജ്യങ്ങൾക്ക്, ആൻഡ് ഇറ്റ് വിൽ റേസ് ഫ്യൂൽ പ്രൈസ് വേൾഡ് വൈഡ്. So it could also mess up other important trade routes, making goods take longer and cost more to deliver. സോ 2025 ഓയിൽ മാർക്കറ്റ് സിറ്റുവേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓയിൽ സപ്ലൈ ഇറ്റ് ലുക്ക് സ്ട്രോങ്. ഓക്കെ, 2025 ദ വേൾഡ് ഈസ് എക്സ്പെക്റ്റഡ് ടു ഹാവ് ഇനഫ് ഓയിൽ. സോ ഓയിലിൻ്റെ ഡിമാൻഡ് പീപ്പിൾ വിൽ യൂസ് മോർ ഓയിൽ ഇൻ 2025. ഓക്കെ, അതായത്
7,20,000 ബാരൽ ഒരു ദിവസം യൂസ് ചെയ്യും. ഓക്കെ, ഇറ്റ് ഈസ് അബൌട്ട് ടു യൂസ് 7,20,000 മോർ ബാരൽസ് ഈച്ച് ഡേ. പിന്നെ ഓയിലിൻ്റെ പ്രൊഡക്ഷൻ പിന്നെയും കൂടും. ഇറ്റ് വിൽ ബി ഈവൻ മോർ ഇൻ 2025. 1.8 മില്യൺ ബാരൽസ് ഒരു ദിവസം യൂസ് ചെയ്യപ്പെടും എന്നാണ് കണക്ക്. സോ ദാറ്റ് മീൻസ് ദ വേൾഡ് വിൽ ഹാവ് മോർ ഓയിൽ ദാൻ നീഡഡ്. സോ നമുക്ക് ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ ഓയിൽ നമ്മുടെ കയ്യിലുണ്ടാവും. സോ അത് പ്രൈസൊക്കെ സ്റ്റേബിളായിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. ഓക്കെ, സോ ദിസ് ഇസ് ഗുഡ് ഫോർ കീപ്പിംഗ് പ്രൈസ് സ്റ്റേബിൾ. അപ്പോൾ ഓയിൽ സ്റ്റോറേജിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി തൊട്ടിട്ട് ഈ ഒരു എക്സ്ട്രാ ഓയിൽ ഹാസ് ബീൻ പുട്ട് ഇൻ ടു സ്റ്റോറേജ്. ഓക്കെ, നമ്മൾ സ്റ്റോറേജിൽ നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുള്ള ഓയിലുണ്ട്. മെയ് മാസത്തിൽ മാത്രം ദ വേൾഡ് ഹാസ് ആഡഡ് 93 മില്യൺ ബാരൽ ടു സ്റ്റോർഡ് സപ്ലൈസ്. ഓക്കെ, സോ നമുക്ക് 93 മില്യൺ ബാരലിൻ്റെ അടുത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട് നമ്മൾ. ഓക്കെ, സോ നമുക്ക് നല്ലൊരു ബാക്കപ്പ് ഉണ്ട്, ഓക്കെ, ഓഫ് ഓയിൽ ഇഫ് എനിത്തിങ് ഗോസ് റോങ്. ആൻഡ് ഇപ്പോൾ ഈ ഒരു ഓയിലിൻ്റെ സ്റ്റോക്ക് പൈലിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞല്ലോ, സ്റ്റോറേജ്. സോ അതും വളരെയധികം കൂടുതലാണ്. മെയിൽ മാത്രമായിട്ട് 93 മില്യൺ ബാരൽ സ്റ്റോറേജിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു റിസ്ക് ദാറ്റ് സ്റ്റിൽ എക്സിസ്റ്റ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഈ ഒരു സപ്ലൈ ഒക്കെ ഗുഡാണ്. ഓക്കെ, അതൊക്കെ നൈസായിട്ട് പോകുന്നുണ്ട്. ഈവൻ ദോ സപ്ലൈ ഈസ് ലുക്കിംഗ് ഗുഡ്. ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ്, അതായത് ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് ഒക്കെ, ഇത് ഇറ്റ് ക്യാൻ സ്റ്റിൽ കോസ് സഡൻ പ്രോബ്ലംസ്. അല്ല, ഈ ഒരു സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് ബ്ലോക്കായി കഴിഞ്ഞാൽ എന്തായാലും പ്രൈസ് കൂടും എന്നുള്ള കാര്യം ഉറപ്പാണ്. എത്രയൊക്കെ സ്റ്റോറേജ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിലും ആവശ്യത്തിലധികം ഓയിൽ ഉണ്ടെങ്കിലും സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് ഒക്കെ മെയിൻ ആയിട്ടുള്ള ഒരു ട്രേഡ് റൂട്ടാണ്. ഓക്കെ, സോ എന്തായാലും ഓയിലിൻ്റെ പ്രൈസ് കൂടും. പക്ഷെ ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ അത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് അടയ്ക്കാനുള്ള ചാൻസ് കുറവാണ്. ഓക്കെ, ഫുള്ളായിട്ടൊന്നും ആ ഒരു സ്ട്രെയിറ്റ് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് ലൈക്ലി ദാറ്റ്, ബിക്കോസ് അവിടെ വേറെ രാജ്യങ്ങളുണ്ട്. സോ ദേ വുഡ് ലൈക്ലി ഇൻ്റർവീൻ ക്വിക്ലി ടു കീപ്പ് ഓയിൽ ഫ്ലോയിങ്. സോ അവരുടെ മേജർ വരുമാന മാർഗമേ ഓയിലാണ്. സോ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ട്രേഡ് റൂട്ട് നിർത്താൻ ബാക്കിയുള്ള രാജ്യങ്ങളൊന്നും സമ്മതിക്കില്ല. സോ 2025 ഓയിൽ സപ്ലൈ ഇറ്റ് ലുക്ക് സ്ട്രോങ് ആൻഡ് സ്റ്റേബിൾ. പക്ഷെ ഇങ്ങനത്തെ ടെൻഷൻസ്, ഇഫ് ടെൻഷൻ റൈസസ് ആൻഡ് key routes like the Strait of Hormuz are blocked, prices could shoot up. Though this is not expected to happen. സോ ഇറാൻ്റെ ഓയിലിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറാൻ്റെ ഓയിലിൻ്റെ മേലെ ആവശ്യത്തിനുള്ള സാങ്ഷൻസ് നമ്മുടെ US വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ലിമിറ്റഡ് ബൈ സാങ്ഷൻസ്. അതായത് US ഹാസ് പ്ലേസ്ഡ് സാങ്ഷൻസ്, അതായത് വളരെ സ്ട്രിക്റ്റ് റൂൾസ് ഇറാൻ്റെ ആ ഒരു ഓയിൽ സപ്ലൈയുടെ മേലെ US വെച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇറാനെ ഇറ്റ് കാൺ സെൽ ഓയിൽ ഫ്രീലി ടു മെനി കൺട്രീസ്. ഒരുപാട് രാജ്യങ്ങൾക്ക് ഫ്രീ അല്ല, എന്തായാലും പൈസ വാങ്ങും. പക്ഷെ അത്രയ്ക്ക് എല്ലാവർക്കും കൊടുക്കാൻ US സമ്മതിക്കില്ല. സോ ആവശ്യത്തിനുള്ള റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് ദി ഇറാൻ്റെ ഓയിലും പോകുന്നത് ചൈനയിലോട്ടാണ്. ഓക്കെ, ഈ ഒരു US ഇറാൻ്റെ മേലെ വെച്ച സാങ്ഷനും കൊണ്ട് ഇറാൻ മെയിൻലി സെൽസ് ഓയിൽസ് ടു ചൈന. സോ ഇപ്പോൾ കൊടുക്കുന്ന പ്രൈസിനേക്കാളും ചീപ്പായിട്ട് ചൈനയ്ക്ക് കൊടുക്കേണ്ടി വരും. ബിക്കോസ് വേറെ ബയേഴ്സ് ഒന്നും ഈ ഒരു റിസ്ക് എടുക്കില്ലല്ലോ, പ്രത്യേകിച്ച് US ആ ഒരു സാങ്ഷൻ വെച്ചിട്ടുള്ള സ്ഥിതിക്ക്. സോ ഇറാൻ്റെ ഓയിൽ ഇറ്റ് ഡസൻറ്റ് എഫക്ട് ദി ഗ്ലോബൽ മാർക്കറ്റ് മച്ച് ബിക്കോസ് സാങ്ഷൻസ് ലിമിറ്റ് ഹു ക്യാൻ ബൈ ഇറ്റ് ആൻഡ് ഇറ്റ്സ് മോസ്റ്റ്ലി സോൾഡ് ചീപ്ലി ടു ചൈന. സോ എങ്ങനെയാണ് ഈ ഒരു ഓയിൽ പ്രൈസിൻ്റെ ഈ ഒരു റൈസ് നമ്മുടെ ഇന്ത്യൻ എക്കോണമിയെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നത് നോക്കിയിട്ട് നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. സോ ഓയിൽ പ്രൈസസ് ഹാവ് ഗോൺ അപ്പ് ബട്ട് നോട്ട് ടു ബാഡ് യെറ്റ്. പ്രൈസൊക്കെ കൂടിയിട്ടുണ്ട്, പ്രൈസസ് ഹാവ് ഇൻക്രീസ്ഡ്. പക്ഷേ സിൻസ് ദേ സ്റ്റാർട്ടഡ് ലോ, ദർ ഈസ് നോട്ട് മച്ച് ഇമ്പാക്ട് റൈറ്റ് നൗ ഓൺ ദി എക്കോണമി. ഓക്കെ, GDP അധികം ഇറ്റ് വോണ്ട് എഫക്റ്റ് അല്ല, അങ്ങനെ ഒട്ടും എഫക്റ്റ് ചെയ്യില്ല എന്നല്ല, ദർ ഇസ് നോട്ട് മച്ച് ഇമ്പാക്ട് റൈറ്റ് നൗ ഓൺ ഇന്ത്യൻ എക്കോണമി. ഓക്കെ, സോ ഇഫ് പ്രൈസസ് സ്റ്റേ ഹൈ ഫോർ ലോങ്, അത് ഇപ്പോൾ കമ്പനീസിനൊക്കെ അവരുടെ പ്രോഫിറ്റിൽ ഒരു ചെറിയൊരു ഇടിവ് വരാൻ സാധ്യതയുണ്ട്. അല്ലേ, അവർക്ക് ഫ്യൂവലിൻ്റെ മേലെ കുറച്ച് പൈസ എക്സ്ട്രാ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ സ്ലോ ഡൗൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഈ ഒരു വർഷത്തിൻ്റെ സെക്കൻഡ് ഹാഫിലോട്ട് എടുക്കുമ്പോൾ നമ്മുടെ GDP ഗ്രോത്ത് കുറയാൻ ചാൻസ് ഉണ്ട്. അല്ല, ഇറ്റ് കുഡ് ഗോ ഡൗൺ ഇൻ ദി സെക്കൻഡ് ഹാഫ് ഓഫ് ദിസ് ഇയർ. സോ ഇന്ത്യയുടെ സിറ്റുവേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 80% ഓയിൽ നമ്മൾ വാങ്ങിക്കുന്നത് പുറത്തുനിന്നാണ്. ഓക്കെ, ഇന്ത്യ ബൈസ് ഓവർ 80% ഓഫ് ഇറ്റ്സ് ഓയിൽ ഫ്രം അതർ കൺട്രീസ്. പക്ഷെ നമുക്ക് ഇറാൻ മാത്രമല്ല, നമുക്ക് ഇറാൻ്റെ അടുത്ത് നിന്ന് നമ്മൾ വാങ്ങിക്കുന്നില്ല. ഓക്കെ, നമുക്ക് വേറെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള സോഴ്സസ് ഉണ്ട്. മീനിങ് ഇറ്റ് ബൈസ് ഓയിൽ ഫ്രം മെനി കൺട്രീസ്, നോട്ട് ജസ്റ്റ് വൺ. സോ ഇപ്പോൾ ഇന്ത്യ ക്യാൻ മാനേജ് ഇറ്റ്സ് ഓയിൽ സപ്ലൈ വെൽ ഈവൺ വിതൗട്ട് ബൈയിങ് ഫ്രം ഇറാൻ.
അതായത് നമ്മളിപ്പോൾ ഇറാൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നില്ലെങ്കിൽ കൂടി ഈ ഒരു ഓയിൽ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ, ഇഫ് ഓയിൽ പ്രൈസ് ഗോ അപ്പ് അറൗണ്ട് ദ വേൾഡ്, ഈ ഒരു ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് കൊണ്ട് ഓയിലിൻ്റെ പ്രൈസ് വേൾഡിൽ ഒരു കൂടിക്കഴിഞ്ഞാൽ ഇന്ത്യ വിൽ സ്റ്റിൽ ഹാവ് ടു പേ മോർ അല്ലേ? ഇന്ത്യക്ക് എന്തായാലും എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും. ദിസ് മീൻസ് ഹയർ ഇമ്പോർട്ട് കോസ്റ്റ് അല്ലേ? ഇമ്പോർട്ട് കോസ്റ്റ് കൂടും ഈവൺ ഇഫ് ഇന്ത്യ ഡസൻ ബൈ ഓയിൽ ഡയറക്ട്ലി ഫ്രം ഇറാൻ. ഓക്കെ, ഇറാൻ്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമ്മൾ ഓയിൽ എടുക്കുന്നില്ലെങ്കിൽ കൂടി ആ ഒരു പ്രൈസ് എന്തായാലും എഫക്റ്റ് ചെയ്യപ്പെടും. റൈറ്റ് നൗ ഓയിലിൻ്റെ പ്രൈസ് ഇറ്റ് ഈസ് ഇൻ ഹേർട്ടിങ് ഇന്ത്യാസ് എക്കോണമി മച്ച്. പക്ഷേ ഈ ഒരു പ്രൈസ് കൂടി തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു നമ്മുടെ ഗ്രോത്തിനെ സ്ലോ ഡൗൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഈവൻ ദോ ഇന്ത്യ ഡസൻ ബൈ ഓയിൽ ഫ്രം ഇറാൻ, ഇറ്റ് വുഡ് സ്റ്റിൽ ബി എഫക്റ്റഡ് ബൈ ഗ്ലോബൽ പ്രൈസ് ഇൻക്രീസ് എന്നുള്ളതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. നാളെ ഇപ്പോൾ വേറൊരു ന്യൂസായിട്ട് കാണാം. ഓക്കെ, സോ ഹാവ് എ നൈസ് ഡേ. ബൈ.